ആയിരിക്കും. മിക്കവാറും കാറിട്ട് വരും. അച്ഛൻ ഇപ്പൊ തന്നെ അവളോട് ചോദിക്കണം. ഒക്കെ നിർത്തിന്ന് മാതാവിന്റെ രൂപത്തിൽ തൊട്ട് സത്യം ചെയ്യിക്കണം. അച്ഛൻ പറഞ്ഞ അവള് കേൾക്കും. Love a wall. Something there. അല്ല, രണ്ടുപേരും കൂടി ഇത് എവിടെ കറങ്ങാൻ പോയി? അപ്പൊ ഇങ്ങ് വന്നേ. നാളെ രാവിലെ എനിക്ക് ഇംഗ്ലീഷ് ടെസ്റ്റ് പേപ്പറാ. ഈ കുന്നം പഠിച്ചിട്ടാണെങ്കിൽ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താ അപ്പേ, പ്ലീസ് അപ്പേ. റോബർട്ട് ഫ്രോസ്റ്റ്. അപ്പൊ പറഞ്ഞാ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പയല്ലേ എന്റെ ബെസ്റ്റ് ടീച്ചർ. ഞാൻ നോക്കിയിട്ട് വരാം. നമ്മൾ ചോദിച്ചാല് നമുക്ക് നാളെ നന്നായി പരീക്ഷ എഴുതാൻ പറ്റാണ്ടാവും. അച്ചായ, എനിക്കിതൊന്നും താങ്ങാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഒരു വഴി പറ. നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. നമ്മുടെ മോള് പരീക്ഷ നല്ല മാർക്ക് വാങ്ങണ്ടേ? അതല്ലേ നമ്മുടെ ആഗ്രഹം, നമ്മുടെ പ്രാർത്ഥന. നമ്മൾ കാരണം അവർക്ക് മാർക്ക് കുറയാൻ പാടില്ല. നാളെ ഞാൻ സംസാരിച്ചോളാം. ഞാൻ പറഞ്ഞ അവൾക്ക് മനസ്സിലാകും, അവളനുസരിക്കും. നമ്മുടെ കുഞ്ഞല്ലേ. അച്ചായ, നമ്മൾ ചെയ്തതൊക്കെ തെറ്റായിരുന്നു. നമ്മൾ ചെയ്തതെല്ലാം ശരിയായിരുന്നു. അച്ഛന്റെ അമ്മയുടെ സ്നേഹം കണ്ടു വേണം കുട്ടികൾ വളരാൻ. ജിനി, ജിനി, അച്ചായ, ജിനിയെ കാണുന്നില്ല. ജിനിയെ കാണുന്നില്ലെന്ന്. കാണുന്നില്ലെന്നോ? ഡോർ തുറന്നു കിടക്ക. അവളുടെ സൈക്കിൾ ഇവിടെ ഇല്ല. രേഷ്മയ്ക്ക് അറിയായിരിക്കും. നമുക്ക് ചോദിക്കാം. ആരും അറിയരുത്. അവളൊരു പെൺകുട്ടിയാ. ആരെങ്കിലും അറിഞ്ഞാൽ ഞാൻ അന്വേഷിച്ചോളാം. സാറിന്റെ സ്റ്റോപ്പ് ആയില്ല. പെട്ടെന്ന് നേരെ. ഹലോ ഹലോ, നീ എവിടെയാ?
ടെൻഷനാക്കല്ലേ? ഞാൻ എന്റെ പാട്ടിന് പോകും. ഇങ്ങോട്ടൊന്നും പറയണ്ട. കുറച്ചു നേരം കൂടി ഞാൻ വെയിറ്റ് ചെയ്യും. ഹലോ ആന്റി, രേഷ്മയാ. എന്താ മോളെ? ഞാൻ ജിനിയെ കാണാൻ അവളുടെ ക്ലാസ്സിൽ വന്നതാ. അവളിപ്പോ ബാഗ് എടുത്ത് ഇറങ്ങിയെന്ന്. അവൾ എവിടെ പോയി? അറിയില്ല ആന്റി. അവളുടെ ക്ലാസ്സിലെ ശാലും ടെസ്റ്റും ചോദിച്ചിട്ടും അവളൊന്നും പറഞ്ഞില്ല. ടീച്ചർമാരോടൊന്നും പറഞ്ഞിട്ടില്ല. മോൾ അവിടെയൊക്കെ ഒന്ന് നോക്ക്. ഞാൻ അച്ഛനെ ഒന്ന് വിളിക്കട്ടെ. ആ ശരി ആന്റി. അയ്യോ, ജിനി ജിനി അവള് സ്കൂളിൽ നിന്ന് ഇറങ്ങിയെന്ന് രേഷ്മ വിളിച്ചിരുന്നു. അവൾ എവിടെ പോയിന്ന് അറിയില്ല. എനിക്ക് പേടിയാവുന്ന ചായ. അച്ഛനിപ്പോ എവിടെയാ? ഹലോ, അവൾ എന്റെ കൂടെ ഉണ്ട്. നീ ഫോൺ വെക്കേ. സ്കൂൾ യൂണിഫോം ഇട്ട് ഒരു കുട്ടി ഇങ്ങോട്ട് കയറി വന്നിരുന്നു. ഏത് കുട്ടി സാർ? ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ നിങ്ങൾ എന്തിനാ അവിടെ നിൽക്കുന്നത്? അവൾ എവിടെ പോയെന്ന് എനിക്ക് അറിയണം. ഇവിടെ ഒന്നും ചോദിച്ചില്ല സാർ. പിന്നെ ഞാൻ എങ്ങനെ പറയും? അതേത് ഫ്ലോറാ? സെക്കൻഡ് ഫ്ലോർ. മോളില് എന്റെ ഫ്രണ്ടിന്റെ റൂമുണ്ട്. നമുക്ക് അവിടെ പോയി സംസാരിക്കാം. എന്തിന്? എനിക്ക് സംസാരിക്കാൻ ഇവിടെ മതി. വരില്ല? ഒരു ദിവസം അപ്പ എന്നോട് ചോദിച്ചു, നിനക്ക് ആരോടെങ്കിലും അഫെക്ഷൻ, ലവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്ന്. അന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇല്ലാന്ന് ഞാൻ കള്ളം പറഞ്ഞു. ആ കള്ളം എനിക്ക് തിരുത്തണം. ഞാൻ പറഞ്ഞ സത്യമാകണം. എല്ലാം ഞാൻ നിർത്തി. ശരിക്കും ആലോചിച്ചോ? യെസ്, ഒരുപാട്. അപ്പൊ എനിക്ക് തോന്നി ഇപ്പൊ പ്രേമിച്ച് നടക്കേണ്ട സമയമല്ല, പഠിക്കേണ്ട സമയാന്ന്. തോന്നലല്ല, അതാണ് ശരി. പ്രേമിക്കാൻ ഈ ജീവിതകാലം മുഴുവൻ സമയമുണ്ട്. കല്യാണം കഴിഞ്ഞും പ്രേമിക്കാം. അതാണ് കൂടുതൽ മനോഹരം. അതിപ്പോ എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ്. അത് കണ്ടു കണ്ട് എനിക്കും അത് മതിയെന്ന് ഞാൻ തീരുമാനിച്ചു. എന്നാ ഞാനിനി ഇരിക്കുന്നില്ല. ജെറി എത്തുമ്പോഴേ